ഡോക്ടർ തീർച്ചയായിട്ടും തലശ്ശേരിയിലെ പാട്യത്ത് ജനിച്ച ആ പാട്യം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ച ആ ഗ്രാമീണമായ നന്മകൾ ജീവിതത്തിൽ പകർത്തിയ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മളിപ്പോൾ ചുറ്റുപാടും ജീവിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് ഈ കഥാപാത്രങ്ങളായി കാണാൻ സാധിക്കും. നമ്മുടെ ജീവിത പരിസരങ്ങളിൽ ശ്രീനിവാസൻ്റെ ഡയലോഗുകൾ പറയാതെ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. മീനവിയിൽ എന്തായാവോ എന്ന് നമുക്ക് ചോദിക്കാതെ നമ്മുടെ നർമ്മ സംഭാഷണങ്ങൾ പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യം. താമരശ്ശേരി ചുരത്തെക്കുറിച്ച് പറയാതെ നമുക്ക് തമാശകൾ പറയാൻ പറ്റാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. ശ്രീനിവാസൻ്റെ കഥാപാത്രങ്ങളെയും ശ്രീനിവാസൻ്റെ സംഭാഷണങ്ങളെയും ഓർത്തെടുക്കാതെ മലയാളികൾക്ക് നർമ്മം പറയാൻ പറ്റാത്ത, നർമ്മത്തിൻ്റെ വിവിധ തലങ്ങൾ, ഡോക്ടർ അരുൺ നേരത്തെ സൂചിപ്പിച്ച പോലെ നർമ്മത്തിന് പല തലങ്ങളുണ്ടല്ലോ. സെറ്റയറായിട്ട് വരുന്ന, സാമൂഹിക വിമർശനത്തിൻ്റെ കൂരമ്പുകൾ തറയ്ക്കുന്ന സെറ്റയറുകളായിട്ട് വരുന്ന, അതുപോലെ തന്നെ സ്വയം പരിഹാസത്തിൻ്റെതായി കഥാപാത്രങ്ങളായി കടന്നു വരുന്ന, അങ്ങനെ പലതരം ഹ്യൂമറായികളായി ഉദാത്തമായ നർമ്മങ്ങൾ എന്ന് പറയപ്പെടുന്ന ഹ്യൂമറുകൾ ബഷീറിൻ്റെയൊക്കെ കഥകളിൽ കാണപ്പെടുന്ന പോലെ ഈ ഹ്യൂമർ എന്ന തരത്തിലേക്ക്, കോമഡി എന്ന തരത്തിലേക്ക്, വിറ്റ് എന്ന തലത്തിലേക്ക് നർമ്മത്തിൻ്റെ വിവിധ തലങ്ങളെ അദ്ദേഹം എല്ലാ സിനിമകളിലും ആവിഷ്കരിച്ചു എന്നുള്ളതാണ്. ശ്രീനിവാസൻ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാമൂഹിക വിമർശനത്തോടൊപ്പം സാമൂഹിക നിരീക്ഷണം, ഓരോ കഥാപാത്രത്തെയും അദ്ദേഹം ഈ സമൂഹത്തിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഓരോ കഥാപാത്രവും ഈ സമൂഹത്തിലുണ്ട്. ഈ സന്ദേശത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്ക് ഈ സമൂഹത്തിൽ കാണാൻ പറ്റും. അതുപോലെ ഈ നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ ആ ഒരു കോൺട്രാക്ടർ, നമുക്ക് വെള്ളാനങ്ങളുടെ നാട്ടിലെ കോൺട്രാക്ടർ നമുക്ക് ചുറ്റും കാണാൻ പറ്റും. അങ്ങനെ ഒരു കോൺട്രാക്ടർ നമുക്കിടയിൽ അദ്ദേഹത്തെ കാണാൻ പറ്റും. അതുപോലെ ചിന്താവിഷ്ടിയായ സീതയിലെ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഉൾവലിഞ്ഞു നിൽക്കുന്ന, സ്വയം എന്താ പറയുക, സമൂഹ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ഒരു ശ്രീനിവാസനെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റുവട്ടത്ത് കാണാൻ പറ്റും. അത്തരത്തിൽ വളരെ സൂക്ഷ്മമായ സാമൂഹിക നിരീക്ഷണം അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടെന്നുള്ള, അത് ഉദയനാണ് താരം പോലെ ഒരു സിനിമ എഴുതുമ്പോൾ സിനിമാ മേഖലയിൽ അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. സിനിമയ്ക്ക് എന്തുണ്ട്, സിനിമയ്ക്ക് കോപ്പ് കൂട്ടാൻ എന്തുണ്ട് എന്ന് തൻ്റെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ അദ്ദേഹം കഥാപാത്രങ്ങൾ എടുക്കുകയാണ്. സിനിമയിൽ അഭിനയിക്കുന്നവരെ വെച്ച് കഥാപാത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. അതുപോലെ ഓരോ സിനിമ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം തിരക്കഥ എഴുതിയ, ഇപ്പോൾ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ആണെങ്കിലും, നാടോടിക്കാറ്റാണെങ്കിലും, തലയണ മന്ത്രമാണെങ്കിലും, ഗോളാന്തര വാർത്തയാണെങ്കിലും, ചമ്പക്കുളം തച്ചനാണെങ്കിലും, വരവേൽപ്പാണെങ്കിലും, സന്ദേശമാണെങ്കിലും, ഇങ്ങനെ അഴകിയ രാവണൻ പോലുള്ളൊരു സിനിമ, അഴകിയ രാവണനിലെ മമ്മൂട്ടി, ആ കഥാപാത്രം നമുക്കിടയിൽ എപ്പോഴും ഉണ്ട്. പിന്നീട് പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന സിനിമ വരെ നമ്മുടെയൊക്കെ ഉള്ളിൽ അഴകിയ രാവണനായിരുന്നു പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നത്. നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള പ്രാഞ്ചിമാരെ സൂചിപ്പിക്കാൻ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ പ്രാഞ്ചിമാരെന്ന് പദം ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് നമ്മുടെ വായിൽ വരുന്നൊരു വാക്കെന്ന് പറഞ്ഞാൽ അഴകിയ രാവണന്മാരായിരുന്നു, ഇത്തരത്തിലുള്ള പുത്തമ്പണക്കാരായ മുതലാളിമാരെ സൂചിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും എടുത്ത് പരിശോധിച്ചാൽ, മറവത്തൂർ കനവിലാണെങ്കിലും, അയാൾ കഥ എഴുതുകയാണെങ്കിലും, ഇവിടെയൊക്കെ നമുക്ക് ഈ സമൂഹത്തിൽ നമുക്ക് ചുറ്റുവട്ടത്തുമുള്ള കുറേ ആളുകളെ കാണാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് ഈ ശ്രീനിവാസൻ കഥാപാത്രങ്ങളുടെയും തിരക്കഥകളുടെയും പ്രത്യേകത. ഇനി അദ്ദേഹത്തിൻ്റെ നായക സങ്കല്പങ്ങളിലേക്ക് വന്നാൽ, അദ്ദേഹം സ്വയം പ്രതിഷ്ഠിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ പോലും അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ നാടോടിക്കാറ്റിലോ പട്ടണപ്രവേശനത്തിലൊക്കെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് വളരെ ഈ ആളുകൾ പരിഹസിക്കുന്ന ഒരു കഥാപാത്രമായിരിക്കും. ആ കഥാപാത്രത്തെ അദ്ദേഹം ആവിഷ്കരിക്കുന്നത്, സൗന്ദര്യം എന്ന് പറയുന്ന സങ്കല്പത്തെ, മലയാളത്തിൽ ഈ നല്ല സുമുഖന്മാരായ നായകന്മാർ, അങ്ങനെ പറയാം, ഈ പ്രേം നസീറിനെയൊക്കെ പോലെ സുമുഖ നായകന്മാരുണ്ടായിരുന്ന കാലത്ത്, അങ്ങനെ നായകന്മാരുടെ സൗന്ദര്യ സങ്കല്പത്തെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇങ്ങനെയൊന്നുമല്ല നായകന്മാർ, സമൂഹത്തിൽ ഇങ്ങനെയൊന്നും ഉള്ളവരല്ലല്ലോ നന്മയുള്ളവരും ശ്രീനിവാസൻ എന്ന് പറയുന്ന പോലെ സിനിമയിൽ എത്രയോ ആളുകളെ, സിനിമയിൽ കഥാപാത്രങ്ങളായി വരുന്നവർ ഈ സമൂഹത്തിലുള്ളവരാണ്. അവരങ്ങനെ എല്ലാ കാലത്തും സുമുഖരായിരിക്കുന്ന, എല്ലാ കാലത്തും നന്മയുള്ളവർ മാത്രമായിരിക്കുന്നവരല്ല നായകന്മാർ. ഈ ചിന്താവിഷ്ട ശ്യാമളയിലെ നായകൻ ഒരിക്കലും നന്മയുള്ള സമൂഹത്തിന് മാതൃകയാക്കാൻ പറ്റുന്ന ഒരാളല്ല. അങ്ങനെ മാതൃകയാക്കാൻ പറ്റുന്ന എല്ലാവരെയും അടിച്ചിടുന്ന, ഒറ്റയടിക്ക് 30 പേരെ തല്ലിയിടുന്ന ഒരു നായകൻ, അങ്ങനെയുള്ള നായക വീരപരിവേഷമുള്ള നായക സങ്കല്പങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് വടക്ക് നോക്കി യന്ത്രത്തിലെ നായകൻ എന്ന് പറയുന്നത് സ്വയം സംശയിക്കുന്ന, വളരെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളൊരു നായകനാണ്. അങ്ങനെ മലയാളത്തിൻ്റെ നായക സങ്കല്പങ്ങളെ, സുമുഖ നായകത്വങ്ങൾ, സുന്ദര നായകന്മാരെ മുഴുവൻ പൊളിച്ചെഴുതിക്കൊണ്ട്, നായക സങ്കല്പങ്ങളെ പൊളിച്ചെഴുതി തിരക്കഥകളിൽ നർമ്മത്തിൻ്റെ വിവിധ വശങ്ങളെ കൊണ്ടുവന്നു. അതിൽ രാഷ്ട്രീയ വിമർശനമുണ്ട്, സാമൂഹിക വിമർശനമുണ്ട്, സാമൂഹിക നിരീക്ഷണമുണ്ട്. നമ്മൾ കുഞ്ഞൻ നമ്പ്യാരെ കുറിച്ചൊക്കെ പറയാറുണ്ട്, നർമ്മത്തിലൂടെ കലർത്തി സമൂഹത്തിൻ്റെ അധികാര ശ്രേണികളെയും ഭരണവർഗത്തെയും ഒക്കെ വിമർശിച്ചു എന്നുള്ളത്. അങ്ങനെ ഭരണവർഗത്തെയും അധികാര ശ്രേണിയെയും സമൂഹത്തിൻ്റെ കുടുംബാധിപത്യത്തെയും പുരുഷാധിപത്യത്തെയും അങ്ങനെ എന്നുവേണ്ട രാഷ്ട്രീയം പറയാൻ അദ്ദേഹത്തിന് വളരെ പാകമായ ഭാഷയിൽ, രാഷ്ട്രീയത്തിന് അതിപ്രസരമല്ല, അതിലൊരു പാകതയുണ്ടായിരുന്നു അദ്ദേഹം രാഷ്ട്രീയം പറയുമ്പോൾ. അങ്ങനെ പാകമായ ഭാഷയിൽ പക്വതയോടുകൂടി രാഷ്ട്രീയം പറഞ്ഞ് തിരക്കഥ എഴുതി എന്നുള്ളത് കൂടി ശ്രീനിവാസൻ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയുന്നു.